കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാൻ PK സജീവന് ജന്മനാട് വിട നൽകി. ഞായറാഴ്ച മർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട്. കോതമംഗലത്തെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് 5 പതിറ്റാണ്ടായി നിറഞ്ഞു നിന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന വൈസ് ചെയർമാൻ PK സജീവിന് വിട. ഞായറാഴ്ച ഉച്ചയോടെ മർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 82-ാം വയസ്സിലാണ് PK സജീവേട്ടൻ എന്ന സുഹൃത്തുക്കളും നാട്ടുകാരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വേർപാട്. KM മാണിക്കൊപ്പം കേരള കോൺഗ്രസ് സംസ്ഥാന നേതൃനിരയിൽ പതിറ്റാണ്ടുകളോളം നിലകൊണ്ടതിന്റെ തുടർച്ചയിൽ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ചുമതല വഹിച്ചു വരികയായിരുന്നു അദ്ദേഹം. കോതമംഗലം MA കോളേജ് ജംഗ്ഷനിലുള്ള ഭവനത്തിൽ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനും പ്രിയപ്പെട്ട സഹപ്രവർത്തകന് യാത്രാമൊഴി നൽകുവാനും ജോസ് കെ മാണി എത്തിയിരുന്നു. കോതമംഗലം പഞ്ചായത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവും കോതമംഗലത്തിന്റെ മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോൾ മുനിസിപ്പൽ ചെയർമാനായി അദ്ദേഹത്തിന്റെ സഹോദരനും, അതിനുശേഷം അദ്ദേഹം മുനിസിപ്പൽ കൗൺസിലായി ചെയർമാനായി ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കുടുംബം 2 ജനറേഷനായിട്ട് കോതമംഗലവുമായി ബന്ധപ്പെട്ട ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം വലിയ ഒരു വിടവാണ് അദ്ദേഹത്തിന്റെ വേർപാട്. കാരണം ഒരു യുവാവെന്ന നിലയ്ക്ക് അദ്ദേഹം കേരള കോൺഗ്രസിന്റെ രൂപീകരണം മുതൽ ഇന്നുവരെ ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ എപ്പോഴും കേരള കോൺഗ്രസിനോടൊപ്പം മാണിസാറിനോടൊപ്പം നിന്ന വ്യക്തിയാണ്. നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്കും അതോടൊപ്പം തന്നെ ദീർഘവർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയ്ക്കും, അതും മാത്രമല്ല അവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കും, അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയ്ക്കുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിടവാണ്. മാത്രമല്ല ഇന്ന് ഈ പ്രദേശത്ത് കോതമംഗലമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു വലിയ പൊതുപ്രവർത്തന രംഗത്ത് മാത്രമല്ല, ഇന്ന് അദ്ദേഹം ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ ഇന്ന് മലയോര പ്രദേശങ്ങളിലേക്കുള്ള ബസ് റൂട്ടുകൾ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ പത്തനംതിട്ട ഇടുക്കി മേഖലയിലുള്ള സർവീസുകളെല്ലാം അങ്ങനെ ഒരു സ്വകാര്യ ബസ് വ്യവസായ രംഗത്ത് നിരത്തുകളിൽ നിറഞ്ഞു നിന്ന പ്രശസ്തമായ PPK ബ്രാൻഡ് അവതരിപ്പിച്ച പീച്ചാട്ട് കുടുംബാംഗമായതിനാൽ PPK സജീവേട്ടൻ എന്ന് അറിയപ്പെട്ട അദ്ദേഹം നിരവധി തവണ കോതമംഗലം മുനിസിപ്പൽ കൗൺസിലറായി പ്രവർത്തിച്ചു. കോതമംഗലത്തെ മുൻനിര രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്ന PK സജീവ് MA കോളേജ് അസോസിയേഷൻ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ, കോതമംഗലം MLA ആന്റണി ജോൺ, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അടക്കം നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനായി എത്തിയിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷ ചടങ്ങുകളിലും ആയിരങ്ങൾ പങ്കെടുത്തു. Media 60 കോതമംഗലം.